നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങളെ കുറിച്ചാണ്. ആർസനൽ 5-1 ക്രിസ്റ്റൽ പാലസിനെ ഇന്ന് പരാജയപ്പെടുത്തി. ലലീഗയിൽ മറ്റൊരു മത്സരത്തിൽ ബാഴ്സലോണ 2-1 അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ പരാജയപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ആർസനലിന്റെ മത്സരത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഫോം കണ്ടെത്താൻ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആർസണലിൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ക്രിസ്റ്റൽ പാലസിന്റെ 2 മത്സരങ്ങൾ തുടർച്ചയായിട്ട് അവർക്ക് കിട്ടിയത്. ഗബ്രിയേൽ ഹിസൂസിന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഡിസംബറിന് ശേഷം ഫോമിലേക്ക് വരാൻ വേണ്ടി ഹിസൂസ് കിടഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ EFL കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ക്രിസ്റ്റൽ പാലസിന് കിട്ടി. 3 ഗോളുകൾ അടിച്ചുകൊണ്ട് പതുക്കെ ഫോമിലേക്ക് വന്നു. ഈ മത്സരത്തിലും 2 ഗോളുകൾ അടിച്ചു. പുള്ളിക്ക് ഹാട്രിക്ക് തികക്കാനുള്ള ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നു, പക്ഷെ മിസ് ചെയ്തു. എന്നാലും ഒരു കിടിലൻ പെർഫോമൻസ് ആണ് ഹിസൂസിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. ക്രിസ്റ്റൽ പാലസ് അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റാർട്ടൊക്കെ കൊണ്ടുവന്നു, പക്ഷെ അത് മുതലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആർസണലിന്റെ ഡിഫൻസിൽ ചില ഷെയ്ക്കി ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഫസ്റ്റ് ഹാഫിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ പ്രസ്സിങ് അവർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ കൊടുത്തു എന്നുള്ളത് സത്യമാണ്. ഇപ്പൊ ഡേവിഡ് റായ ആയാലും ബിൽഡപ്പിലൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ ക്രിസ്റ്റൽ പാലസിന് കഴിഞ്ഞില്ല. പിന്നീട് കളിയുടെ കടിഞ്ഞാൺ പതുക്കെ ആർസണലിന്റെ കയ്യിലേക്ക് വഴുതിപ്പോയി. അവരെ ഒന്നിനു പിറകെ ഒന്നായിട്ട് സ്കോർ ചെയ്യാൻ തുടങ്ങി. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളെ TV ഒക്കെ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് പോലെ ക്രിസ്റ്റൽ പാലസിന്റെ ഡിഫൻസ് ചില സമയത്ത് വർക്ക് ചെയ്യത്തില്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും ഷോട്ട് അടിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്. കാരണം റിയാക്ഷൻ ആയാലും വളരെ ഹെസിറ്റന്റ് ആയിട്ടാണ് ഡിഫൻഡേഴ്സൊക്കെ അവരെ ഷോട്ടിനോട് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ 2-3 ഗോളിലൊക്കെ ഇത് കാണുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം സാക്കക്ക് വന്നിട്ടുള്ള ഇഞ്ചുറി ആണ്. ഫസ്റ്റ് ഹാഫിന്റെ ആദ്യത്തെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സാക്കക്ക് ഇഞ്ചുറി കിട്ടി, പുള്ളി പുറത്തേക്ക് പോയി. എത്ര സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് നമുക്കറിയില്ല, പക്ഷെ ആർസണലിനെ സംബന്ധിച്ചിടത്തോളം സാക്കയുടെ സാന്നിധ്യം അവർക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നീട് നമ്മൾ കാണുന്നത് സബ്സ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ടുള്ള പ്ലെയേഴ്സ് ആയാലും ഇപ്പൊ സെക്കൻഡ് ഹാഫിൽ ഡെക്ലൻ റൈസ് ഒക്കെ സ്കോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ഈ സെറ്റ് പീസ് ആയാലും ക്രോസുകളായാലും ആർസണല് എനിക്ക് തോന്നുന്നു വളരെ ത്രെട്ടനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ക്രിസ്റ്റൽ പാലസിന്റെ ബോക്സിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഗബ്രിയേലിന്റെ ഒരു ഷോട്ട് പോസ്റ്റിന്റെ ഫ്രെയിമിൽ തട്ടി പുറത്തു പോയി. അതുപോലെ തന്നെ മറ്റൊരു ഷോട്ട് കായ് ഹവേർട്സ് കൺവേർട്ട് ചെയ്തു. അങ്ങനെ ഓവറോൾ ഒരു കിടിലൻ പെർഫോമൻസ് ആണ് ആർസണൽ സൈഡിൽ നമ്മൾ കണ്ടത്. ക്രിസ്റ്റൽ പാലസിന്റെ പ്ലേയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇസ്മയിൽ സാർ കളിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ഗോൾ സ്കോർ ചെയ്തു. മറ്റേറ്റയ്ക്ക് ഒരു കിടിലൻ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു 1-on-1 ചാൻസ് മറ്റേറ്റ മിസ് ചെയ്തു. പുള്ളിക്ക് നല്ല സൈസും ഹൈറ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഫൈനൽ തേർഡിലേക്ക് വരുമ്പോൾ ഒരു ഫിനിഷിംഗ് ഒന്നും നമ്മൾ മറ്റേറ്റയുടെ സൈഡിൽ നിന്ന് ഇന്നത്തെ മത്സരത്തിൽ കണ്ടില്ല. സാറ് കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു. മിഡ്ഫീൽഡ് ഹ്യൂഗ്സ് ഓക്കെ ആയിരുന്നു, ബാക്കിയൊക്കെ ഒരു ആവറേജ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. അങ്ങനെ ആർസണൽ പതുക്കെ EPL തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ബാഴ്സലോണയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് സാധാരണ നമ്മൾ ഡിസ്ക്ലൈമറൊക്കെ കാണുന്നത് പോലെ ഈ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദി ബാഴ്സലോണ തന്നെയാണ്. നമുക്ക് അത്ലറ്റിക്കോക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും ചാൻസുകളാണ് ബാഴ്സ ഇന്ന് ക്രിയേറ്റ് ചെയ്തത്. 19 ചാൻസുകൾ, പൊസിഷൻ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തു. ഒന്നിനു പിറകെ ഒന്നായിട്ട് ചാൻസ് വന്നു. പക്ഷെ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടൊക്കെ പോയി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ. അതിന്ന് കണ്ടു എന്ന് പറയേണ്ടി വരും. കാരണം 2006 ശേഷമാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സയുടെ ഹോമിൽ വെച്ച് ഒരു മത്സരം ജയിക്കുന്നത്. സിമിയോണിയുടെ കരിയറിൽ ആദ്യമായിട്ടാണ് ബാഴ്സയുടെ ഹോമിൽ വെച്ചിട്ട് ഒരു മാച്ച് ജയിക്കുന്നത്. അതിങ്ങനെ ഒരു താലത്തിലാക്കിയിട്ട് കൊടുത്തു എന്ന് പറയേണ്ടി വരും. കാരണം നമുക്കറിയാം ഇന്ന് ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്ലെയർ പെഡ്രിയാണ്. പുള്ളി ഒരു ഗോൾ സ്കോർ ചെയ്തു. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. പുള്ളീനെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ സിറ്റി എന്തിനാണ് ആൽവരസിനെ വിറ്റതെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം എമ്മാതിരി കളിയാണ് ആൽവരസ് ഒക്കെ കളിക്കുന്നതെന്ന് ഇന്നത്തെ മാച്ച് കണ്ടവർക്ക് മനസ്സിലായി. ഇന്നത്തെ മാച്ച് മാത്രമല്ല, കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സിമിയോണിയുടെ സൈഡ് എങ്ങനെ കളിക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഡിഫെൻസീവ് കൗണ്ടർ അറ്റാക്കിംഗ് എന്ന രീതിയിൽ തന്നെയാണ് അവർ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പൊ ഹൈലൈൻ കളിക്കുന്നതൊക്കെ ഓക്കെയാണ്, ചാൻസുകൾ ഉണ്ടായിരുന്നു.
ഒരുപാട് പ്രാവശ്യം ബോക്സിലേക്ക് എത്താൻ പറ്റി. പക്ഷേ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിനെ കൊണ്ട് എന്താണ് കാര്യം? ഇപ്പൊ ലെവൻഡോസ്കിയുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളി ഇന്ന് മിസ് ചെയ്ത ചാൻസ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഓപ്പൺ പോസ്റ്റിൽ ടാപ്പ് ഇൻ ചെയ്യാൻ പറ്റിയ ഒരു ചാൻസ് ലെവൻഡോസ്കി മിസ് ചെയ്തു. അപ്പൊ അതിനു മുമ്പ് ഓഫ് സൈഡ് ആണെന്ന് തോന്നിപ്പിക്കുന്ന മറ്റൊരു ക്രോസ് വന്നിരുന്നു, അതും പുള്ളി മിസ് ചെയ്തു. പുള്ളി ഷോട്ട് കണക്ട് ആവുന്നില്ല, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു ബോക്സിൽ വെച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ പുള്ളിയൊക്കെ വാങ്ങുന്ന സാലറി നോക്കിക്കഴിഞ്ഞാൽ 640K പെർ വീക്കാണ് ലെവൻഡോസ്കി വാങ്ങുന്ന സാലറി. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്ട്രൈക്കർ സൈഡിൽ നിന്ന് വരുന്ന ആ ഒരു ഔട്ട്പുട്ട് ഒന്നും ലെവൻഡോസ്കിയുടെ സൈഡിൽ നിന്ന് വരുന്നില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ സെക്കൻഡ് ഹാഫിൽ കളിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൗണ്ടറിലൂടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ദേ പൗളിന്റെ പെർഫോമൻസ് എടുത്തു പറയണം. റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. പുള്ളിയുടെ എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായിട്ടുള്ള ഒരു ഷോട്ടാണ് അത്ലറ്റിക്കോയെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. 60-ാം മിനിറ്റിൽ ആ ഒരു കൗണ്ടറിലൂടെ ഗോൾ സ്കോർ ചെയ്യുന്നു. അതിനുശേഷവും ബാഴ്സക്ക് തിരിച്ചു വരാനുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇവിടെ റഫീനയ്ക്ക് ചാൻസ് ഉണ്ടായിരുന്നു, ലെവൻഡോസ്കിക്ക് ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോ ഒരു ഷോട്ടൊക്കെ പുറത്തടിച്ച് കളഞ്ഞു. ഇങ്ങനെ ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇഞ്ചുറി ടൈമിലേക്ക് കളി പോയി. നമ്മൾ വിചാരിച്ചു കളി സമനിലയിലേക്ക് പോവാണ്. അവസാന നിമിഷത്തിലേക്ക് കളി എത്തിയ ആ സമയത്താണ് റഫീനിയുടെ ഒരു പാസ് അത്ലറ്റിക്കോയുടെ കാലിലേക്ക് എത്തുന്നത്. അവർ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തു. ദേപ്പോൾ റൈറ്റ് വിങ്ങിൽ ബോൾ ഹോൾഡ് ചെയ്ത് ഒരു 2-3 സെക്കൻഡ് വെച്ചു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അത്ലറ്റിക്കോയുടെ പ്ലെയേഴ്സ് ആരും ഫൈനൽ തേർഡിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് റൈറ്റ് വിങ്ങിലൂടെ മൊലീനയെ ലോഞ്ച് ചെയ്തു. പുള്ളി ബോളുമായിട്ട് പോയി ഒരു സ്ക്വയർ പാസ് ബോക്സിലേക്ക് ഇടുന്നു. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ വന്നിട്ടുള്ള സോർലോത്ത് ബോളിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളി ഒരു ഷോട്ടോടെ 2-1 വിജയത്തിലേക്ക് അത്ലറ്റിക്കോയെ കൊണ്ടുപോവുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ കിട്ടിയ അവസരങ്ങൾ കളിഞ്ഞു കുളിച്ച ഒരു ബാഴ്സ ടീമിനെയാണ് നമ്മളിന്ന് കണ്ടത്. ഇത് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാഴ്സ കണ്ടിന്യൂസ് ആയിട്ട് പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നു. ഈ സീസണിൽ കപ്പടിക്കുന്ന പ്രതീക്ഷയോടെ കണ്ടിന്യൂസ് ആയിട്ട് മത്സരങ്ങൾ ജയിച്ച് മുമ്പോട്ട് പോയ ബാഴ്സയെ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ ഫ്ലിക്കിന് പ്ലാൻ ബി ഇല്ല എന്നുള്ള ഒരു ക്രിറ്റിസിസം ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ചില പ്ലേയേഴ്സൊക്കെ ഇഞ്ചേർഡ് ആണ്, പക്ഷേ പല പ്ലേയേഴ്സും അവരുടെ പൊട്ടൻഷ്യൽ ഒത്ത് ഓരാത്തത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. എന്തായാലും അത്ലറ്റിക്കോ ഈ വിജയത്തോടെ 41 പോയിന്റുമായിട്ട് 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഒരു മാച്ച് ഇൻ ഹാൻഡും ഇപ്പോൾ അത്ലറ്റിക്കോക്ക് ഉണ്ട്. അപ്പൊ അടുത്ത മത്സരം കൂടി ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഈ ഗ്യാപ്പ് വീണ്ടും കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ബാഴ്സ വീണ്ടും താഴേക്ക് പോകാനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.